അഴിമതിക്കും അനീതിക്കുമെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന കോട്ടൂർ ബാഹുലയൻ എന്ന വ്യക്തി വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി എടവനക്കാട് ഇല്ലത്തുപടിയിൽ നിന്ന് പഴങ്ങാട് വരെ പദയാത്ര നടത്തി. വയനാട്ടുകാരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സഹായിക്കണമെന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഫ്ലാഗ് കാർഡുമായി പദയാത്ര നടത്തി. അനുഗ്രഹത്താൽ നമ്മൾ വയനാട് സംഭവം വലിയ ദുരന്തമായി കാണുന്നതാണ്. അതിൻ്റെ പേരിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ച് സമൂഹം രാഷ്ട്രീയ ജാതിമത ഭേദമില്ലാതെ രാഷ്ട്രീയമില്ലാതെ മനുഷ്യൻ ഒറ്റക്കെട്ടായി നിന്ന് സഹായിക്കണം എന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. ആയതുകൊണ്ട് പല സ്ഥലത്തും ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട്. മുല്ലപ്പെരിയാറിൽ ഒരു സംഭവം ഉണ്ട്. അത് പിന്നീട് ഞാൻ നടത്തും ഒറ്റാം സമരം. ഞാൻ ഒറ്റാം സമരക്കാരനാണ്. ഈ ദുരന്തത്തിൽ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് രാഷ്ട്രീയം ജാതിമത ഭേദമില്ലാതെ സഹായിക്കാൻ ഈ പറയുന്നത് വാക്കുകൊണ്ടല്ല, മനുഷ്യ സ്നേഹം കൊണ്ടാണ്. സാമ്പത്തികമാണ് സഹായം എല്ലാം മനുഷ്യത്വം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനുഷ്യത്വം എപ്പോഴും ഉണ്ടാവണം, രാജ്യത്തെ സ്നേഹിക്കണം, ദൈവത്തെ പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൊണ്ടല്ല, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവവിശ്വാസത്തിൻ്റെ പേരിലും ₹1 എനിക്ക് സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അത് വലിയ സഹായമായിരിക്കും. ഓരോരുത്തർക്കും കഴിവുള്ള പോലെ സഹായിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നോക്കേണ്ട ചേട്ടൻ സഹായിക്കുക, മനുഷ്യത്വം എന്ന ഒന്ന് മനുഷ്യൻ വളരണം. ഈ ദുരന്തത്തിൽ വയനാട്ടിലുള്ള ജനങ്ങളെ സഹായിക്കാൻ ₹1 കൊടുത്ത് സഹായിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. അത് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ആ ചേട്ടൻ മോരും വെള്ളം തരും. വേനൽക്കാലത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും മോരും വെള്ളം തരും. നല്ലൊരു ആളാണ് ആ ചേട്ടൻ. എല്ലാ മനുഷ്യരും സ്നേഹിക്കുന്ന ഒരാളാണ് ആ ചേട്ടൻ. എല്ലാവർക്കും വെള്ളം കൊടുക്കും, മോരും വെള്ളം കൊടുക്കും സൗജന്യമായിട്ട്. എനിക്കറിയില്ല. ഒറ്റയാൾ സമരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് നന്മയ്ക്കായിട്ട്, പൊതു നന്മയ്ക്കായിട്ടാണ് പുള്ളി പ്രവർത്തിക്കുന്നത്. പലവിധ പൊതുനന്മ പരിപാടികളും പുള്ളി ആസൂത്രണം ചെയ്യാറുണ്ട്, അത് നടപ്പിലാക്കാറുണ്ട്. ഒറ്റയാൾ സമരമാണ് പുള്ളി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒറ്റയാൾ പ്രവർത്തനമാണ് പുള്ളി ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പുള്ളി ഇതേപോലെ ഒറ്റയാൾ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. നടപ്പാതയ്ക്ക് വേണ്ടി സമരം ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ മെട്രോയ്ക്ക് വേണ്ടി പുള്ളി സമരം ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി പ്രായോഗികമായി അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ നല്ല കാര്യങ്ങൾ പൊതുജന നന്മയ്ക്ക് വേണ്ടി പുള്ളി ഓരോ കാര്യങ്ങളും ചെയ്ത് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി പുള്ളി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ സ്നേഹികളെ ഒന്നിക്കുക, വയനാട് ദുരന്തത്തിൽ സഹായിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ള ഒറ്റാം സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ എല്ലാ മനുഷ്യരും ജാതിമത ഭേദമില്ലാതെ രാഷ്ട്രീയമില്ലാതെ എല്ലാവരും ഒന്നിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.